കേന്ദ്ര സർക്കാരിനെ RSS നിയന്ത്രിക്കാറില്ലെന്ന് RSS ദേശീയ നേതാവ് ജെ നന്ദകുമാർ. കേന്ദ്ര സർക്കാർ RSS സന്ദേശ സർക്കാർ എന്ന പ്രചാരണം ശരിയല്ല. RSS 100ാം വാർഷികം ആഘോഷിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം പുതിയ 1 ലക്ഷം ഗ്രാമങ്ങളിൽ RSSന്റെ പ്രവർത്തനം എത്തിക്കുമെന്ന ജെ നന്ദകുമാർ 24നോട് പറഞ്ഞു. SKN വെരി ഗുഡ് മോർണിംഗ്. RSSന്റെ ദേശീയ തലത്തിലുള്ള മലയാളിയായ പ്രമുഖ നേതാവ് പ്രജ്ഞാ പ്രവാഹിൻ്റെ സംയോജകൻ ജെ നന്ദകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം, RSSന്റെ 100ാം വാർഷികം നടക്കാൻ പോകുന്നു. അതൊരു ആഘോഷമാക്കി മാറ്റാതെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷത്തിലേക്കുള്ള ലക്ഷ്യങ്ങൾ വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും ജൂബിലികൾ ആഘോഷിച്ചിട്ടില്ല. ഓരോ വർഷം കഴിയുന്നതും ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അതിൽ അപ്പുറം ഒരു ഉൾനോട്ടത്തിൻ്റെ സമയമായി കണക്കാക്കുകയാണ് സംഘം എന്നും ചെയ്തിട്ടുള്ളത്. കാരണം സംഘം മുന്നിൽ വെച്ച ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് 1 വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു, പൂർത്തിയാക്കാൻ കഴിയാത്ത 1 വർഷം കൂടി. ആ അർത്ഥത്തിലാണ് സംഘം ഓരോ ജൂബിലിയെയും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളില്ല. പ്രവർത്തനത്തെ കൂടുതൽ സജീവമാക്കുകയും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് കൂടുതൽ തീവ്രമായി തീക്ഷ്ണമായി പ്രവർത്തിച്ചടുക്കുകയും ചെയ്യുക എന്നതാണ് സംഘത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. അത് ഈ 100 വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ കുറച്ചുകൂടി വിപുലമായ വിധത്തിൽ, കുറച്ചുകൂടി വ്യാപകമായ അർത്ഥത്തിൽ പ്രവർത്തനത്തെ സജീവമാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും, അതുകൊണ്ട് തന്നെ വരുന്ന 1 വർഷത്തേക്ക്, വരുന്ന 3 വർഷത്തേക്ക് ഒക്കെയുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 1 ലക്ഷത്തിൽ പരം ഗ്രാമങ്ങളിലേക്ക് സംഘശാഖ എത്തിക്കുക എന്നത് അടുത്ത വർഷത്തെ ലക്ഷ്യമാണെങ്കിൽ, വരുന്ന 3 വർഷം കൊണ്ട് 3 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് സംഘശാഖകൾ എത്തുക. ഇപ്പോൾ മുഴുവൻ ഭാരതത്തിൽ ഏതാണ്ട് 6 ലക്ഷത്തോളം ഗ്രാമങ്ങളുള്ളതായിട്ടാണ് നമ്മുടെ കണക്ക് കൂട്ടൽ. അതിൽ ഇപ്പോഴും മൊത്തം പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ സംഘത്തിൻ്റെ മാത്രമായ ദൈനിക പ്രവർത്തനം 60,000 സ്ഥലത്ത് മാത്രമാണ്. അതും സത്യമാണ്. 60,000 സ്ഥലത്ത് പ്രവർത്തനം എത്തുമ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വോളണ്ടറി ഓർഗനൈസേഷനായി സംഘം മാറിയിരിക്കുന്നു. സംഘമാണ് ഇന്ന് ഏറ്റവും പ്രബലമായ, ഏറ്റവും വ്യാപകമായ സംഘടന എന്ന കാര്യം സത്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സംഘം എത്തിപ്പെടാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ സംഘടനാപരമായ ആസൂത്രണത്തിൻ്റെ കാലമാണ് ഇത്. ഈ സംഘ ആശയം ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ അധികാരത്തിലുണ്ട്. മറ്റൊന്ന്, സംഘത്തിനുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഒരു അസ്പൃശ്യത അകറ്റി നിർത്തലിലെ മാറ്റം എത്രമാത്രമാണ്? അങ്ങിപ്പം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഡൽഹിയിലാണ്. അപ്പോൾ കേരളവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണത്? സർക്കാർ സംഘാശയം ഉൾക്കൊള്ളുന്നതല്ല, സംഘത്താൽ പ്രേരിതരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ ആ സർക്കാരിലുണ്ട് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. സർക്കാരിനെ സംഘം പ്രേരിപ്പിക്കുകയോ സർക്കാരിൻ്റെ നയപരിപാടികൾ സംഘത്തിൻ്റെതാവുകയോ ചെയ്യുന്നു എന്നത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടി മാത്രമാണ്. അതിലൊട്ടനവധി ആളുകൾ സംഘ സ്വയംസേവകരാണ്. പിന്നെ കുറേയേറെ ആളുകൾ സംഘത്തിൻ്റെ ആശയത്താൽ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. സംഘം ഒരു സമൂഹത്തിലെ ഒരു സംഘടന എന്ന നിലയിലല്ല സ്വയം കാണുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ ഇൻ ദ സൊസൈറ്റി ബട്ട് ആൻ ഓർഗനൈസേഷൻ ഓഫ് ദ സൊസൈറ്റി. മൊത്തം സമൂഹത്തിൻ്റെ സംഘടന എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഉപരിയായി, പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് ഉപരിയായുള്ള സ്വാധീനം കൂടി മറ്റ് മേഖലകളിൽ കൂടി സംഘം അതിൻ്റെ ആശയത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തത്, സംഘത്തോടുള്ള അസ്പൃശ്യത സമൂഹത്തിൽ നീങ്ങി വരുന്നതിൻ്റെ കാരണം ഞാനൊരിക്കലും അത് ഏതെങ്കിലും സർക്കാർ വന്നതിൻ്റെ പേരിലാണ് എന്ന് കണക്കാക്കുന്നേയില്ല. സംഘത്തിൻ്റെ ഇപ്പോൾ കാണുന്ന വളർച്ചയുടെ ഈ വർദ്ധിച്ച തോത് പ്രകടമാകുന്നത് 2014 മുതലല്ല, ചുരുങ്ങിയ പക്ഷം. അപ്പോൾ അതിൻ്റെ ഡാറ്റ എടുത്തൊന്ന് പരിശോധിച്ചാൽ സംഘപ്രവർത്തനത്തിൻ്റെ വർധനവിൻ്റെ തോത് മുമ്പുള്ളതിനേക്കാൾ വളരെയേറെ വർദ്ധിക്കുന്നത് ഒരു തരത്തിൽ നോക്കിയാൽ 2000 മുതലോ 2010 മുതലോ ആണെന്ന് കാണാൻ സാധിക്കും. അത് പിന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസാണ് സംഘത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ആധാരമെന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമുക്ക് സംഘശാഖകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഗുജറാത്ത് ഇപ്പോഴും ശരാശരി സംസ്ഥാനം മാത്രമാണ്. എന്നാൽ ശാഖകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കേരളമാണ് ഭാരതത്തിൽ ഏറ്റവും മുന്നിൽ. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, സംഘത്തിൻ്റെ പ്രവർത്തനം, അത് രണ്ടും 2 തരത്തിൽ തന്നെയാണ് പോകുന്നത്. സംഘപ്രവർത്തകരുടെ പ്രവർത്തന ശേഷി കൊണ്ട്, പ്രവർത്തന തീക്ഷ്ണത കൊണ്ട്
കൂടുതൽ സമയം കൊടുക്കാൻ തയ്യാറുള്ള പ്രചാരകന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് സംഘത്തോടുള്ള സമീപനം സമൂഹത്തിൻ്റെ ഉള്ളിൽ മാറി വരുന്നുണ്ട്. സംഘപ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നുണ്ട്. സംഘം സമൂഹത്തിൻ്റെ മുമ്പാകെ വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലായി വരുന്നുണ്ട്. ഈ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ സംഘത്തിൻ്റെ പ്രവർത്തനം വളരെ കാലം മുതലുണ്ട്, തെങ്കടിജിയുടെ കാലം മുതലുള്ള പ്രവർത്തനമുണ്ട്, പക്ഷേ സാമൂഹ്യ സ്വാധീനത്തിൽ അത്രയും വളർച്ച, നമ്പർ ഓഫ് ശാഖാസ് ഇൻക്രീസിങ്, ബട്ട് ദ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഈസ് നോട്ട് മാച്ചിങ് ദറ്റ്? സാമൂഹ്യ സ്വാധീനം എന്ന് പറയുന്നതിൻ്റെ എന്താണ് അർത്ഥം നിങ്ങളൊക്കെ കണക്കാക്കുന്നതെന്ന് എനിക്കറിയില്ല. സംഘത്തിന് കേരളത്തിലും വേണ്ട വിധത്തിൽ പൊളിറ്റിക്കൽ അങ്ങനെ പറയൂ. സാമൂഹ്യം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം മാത്രമല്ല. സാമൂഹ്യം എന്ന് പറഞ്ഞാൽ അതിന് സോഷ്യൽ സയൻസിൽ പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല ഉള്ളത്, ഹിസ്റ്ററിയുണ്ട്, ഭാഷയുണ്ട്, എല്ലാം ചേരുന്നതാണ് സോഷ്യൽ സയൻസ്. ഓക്കെ, ഞാനിവിടെ ആ തർക്കത്തിനല്ല നിൽക്കുന്നത്. സമൂഹത്തിൽ സംഘത്തിൻ്റെ ആശയത്തിന് മുൻകാലങ്ങളിൽ നിന്ന് താരതമ്യം ചെയ്യുമ്പോൾ വളരെയേറെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന തരത്തിലുള്ള ഒരു പെക്യൂലിയർ പൊളിറ്റിക്കൽ, സോഷ്യൽ, റിലീജിയസ് അറ്റ്മോസ്ഫിയർ കേരളത്തിൽ ഉണ്ട്. അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു തരം മിഥ്യാപുരോഗമനവാദവും മറ്റും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഭാരതത്തിനെതിരായി പറഞ്ഞാൽ, ഭാരതീയ മൂല്യങ്ങൾക്കെതിരായി പറഞ്ഞാൽ അത് പുരോഗമനമാണ്, അത് വളരെ ലിബറലാണ്, അത് സെക്യുലറാണ് എന്നൊക്കെയുള്ള കൽപ്പനകൾ നമ്മൾ സ്വയം പടച്ചു വച്ചിരിക്കുകയാണ്. ആ പടച്ചു വെച്ചിട്ടുള്ള മിഥ്യാ കൊട്ടാരത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് നമ്മൾ പുറത്തുള്ളവരെ കല്ലെറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പുറത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയാതെ ഒരു തരം കിണറ്റിലെ തവള പോലെ മാറിയിരിക്കുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. അതിന് മാറ്റം വരണം, മാറ്റം വരികയാണ്. ഇന്ന് കേരളത്തിൻ്റെ സമൂഹ ഘടനയുടെ ഉപരിതലത്തിൽ കാണുന്ന ഈ ശാന്തത അതത്ര ശാന്തമായ ഒരു സത്യാവസ്ഥയല്ല. അടിത്തട്ടിൽ ഒരു വലിയ ചേഞ്ച്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു വലിയ ടെക്ടോണിക് ചേഞ്ചാണ് കേരള സമൂഹത്തിൽ സംഭവിക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ പ്രകടമാവുക തന്നെ ചെയ്യും. പോസിറ്റീവ് ചേഞ്ച് എല്ലാ രംഗത്തും ഒരു പോസിറ്റീവ് ചേഞ്ച് കേരളത്തിൽ ഉണ്ടാവും. താങ്ക് യു. വളരെ തിരക്കിനിടയിലും സഹകരിച്ചതിന്. SKN വളരെ തിരക്കിനിടയിലും അദ്ദേഹം ഡൽഹിയിൽ നിന്നും എത്തി അടുത്ത പരിപാടിക്ക് വേണ്ടി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോവുകയാണ്. അതിനിടയിലാണ് കേരളത്തിലും സംഘ ആശയത്തിനനുസൃതമായുള്ള ഒരു വലിയ മാറ്റം അടിത്തട്ടിൽ നടക്കുന്നുണ്ട്. പുറത്ത് പ്രകടമല്ലെങ്കിലും അത് സമീപ ഭാവിയിൽ പ്രകടമാകുമെന്നാണ് ജെ നന്ദകുമാർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം ദീപക് ധർമ്മടം, 24.